ഓം നമോ ഭഗവതേ വാസുദേവായ. വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന. ഭൂയ കഥയ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ മൃതം. ശ്രീഭഗവാനുവാച ഹന്ത തേ കഥയിഷ്യാമി ദിവ്യാ ഹ്യാത്മവിഭൂതയഃ. പ്രാധാന്യതഃ കുരു ശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യ മേ. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിതഃ. അഹമാദിശ്ച മധ്യം ച ഭൂതാനാമന്ത ഏവ ച. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. നമ്മുടെ വിഭൂതി യോഗം എന്ന അതിപ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു അധ്യായമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് 18 ശ്ലോകങ്ങൾ വരെ പറഞ്ഞു ഞാൻ അതിൻ്റെ ഒരർത്ഥം, സാമാന്യ അർത്ഥം. പക്ഷേ ഭഗവാൻ തൃപ്തിയായില്ല. ഈ 18ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറഞ്ഞത് പോരാ എന്ന് ഭഗവാൻ അങ്ങനെ തീരുമാനിച്ചു. അത് ശ്രോതാക്കളിൽ കൂടെ പ്രതിഫലിപ്പിക്കുകയും ചെയ്തു. എങ്ങനെയാണത്? ആരും വളരെ കുറച്ച് ആളെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഭാഗം ശ്രദ്ധിച്ചിട്ടുള്ളൂ. അതെന്തേ കാരണം? അതിലൊരു പോരായ്മയുണ്ട് എന്ന് ഭഗവാൻ ചൂണ്ടിക്കാണിക്കുക. നേരിട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെയാണ് കാണിച്ചത്? ശ്രോതാക്കളിൽ കൂടെ കാണിച്ചു. കണ്ട ആൾക്കാർ, അല്ലെങ്കിൽ ഇത് ശ്രദ്ധിച്ച ആൾക്കാരുടെ എണ്ണം സാമാന്യേന കുറവായിരുന്നു. ഇതിനു മുമ്പത്തെ അത്ര ഉണ്ടായിരുന്നില്ല. നമ്മളുടെ ഈ ഭഗവത്ഗീതയ്ക്ക് വളരെയധികം ശ്രോതാക്കളൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഒരു 100-150 ആളെങ്കിലും കാണും. അങ്ങനെയാണ് ഒരു പതിവ്. ഇത് വളരെ കുറഞ്ഞുപോയി. അപ്പോൾ അത് ഭഗവാൻ കാണിച്ചു തരുമായിരുന്നു. ചെയ്ത് ശരിയായില്ല എന്ന്. ഇപ്പോൾ നമ്മൾ പ്രശ്നം വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചില പോരായ്മകൾ, നമ്മൾ ചെയ്ത തെറ്റുകൾ, അല്ലെങ്കിൽ നമ്മൾ ശരിയായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ള പ്രശ്നത്തിൽ കാണും ജ്യോതിഷപരമായിട്ട് ചിന്തിക്കുമ്പോഴേ. അപ്പം അതുപോലെ ഒരു പോരായ്മ വന്നു. അതെന്താ എന്ന് എനിക്ക് മനസ്സിലായി. 18ാമത്തെ ശ്ലോകത്തിൽ വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ജനാർദ്ദന ഭൂയ കഥയ തൃപ്തിരിഹി ശൃണ്വതോ നാസ്തി മേ മൃതം. അമൃതം പോലെയാണ്, അമൃത് പോലെ എനിക്ക് തോന്നുകയാണ് ഭഗവാനെ, അവിടുത്തെ വാക്കുകൾ കേട്ടിടയ്ക്കും മതിയാവുന്നില്ല, വിസ്തരിച്ച് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അർജുനൻ്റെ വാക്കുകൾ അവസാനിക്കുന്നത്. പിന്നെ ഭഗവാന്റെ വാക്കുകൾ, അതാണ് 19ാം ശ്ലോകം മുതൽക്ക്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ചൊല്ലുന്നത് എൻ്റെ കുട്ടികളാണ്. മകളുടെ മകൾ രണ്ടുപേരുടെ ചെല്ലുന്നത്. അപ്പം ഞാൻ മോളുടെ അടുത്ത് പറഞ്ഞു, അമ്മയോട് പറഞ്ഞേക്ക്, നമുക്കിന്ന് അർജുന ഉവാച എന്നുള്ള ഭാഗം മുഴുവനാണ് ചൊല്ലി കേൾക്കേണ്ടത് എന്ന് പറഞ്ഞു. അവളത് പറയും ചെയ്തു പറഞ്ഞു. പക്ഷേ അവസാനം ചൊല്ലി വന്നപ്പോൾ എന്തായി? ഒരു ശ്ലോകം വിട്ടു. അതെന്തേ ഭഗവാൻ കാണിച്ചത്? ആ 18ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം ഒന്നുകൂടി വിസ്തരിക്കണം. അതുകൊണ്ട് അവൾ ചൊല്ലിയില്ല. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, അമ്മ ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു. എന്തേ കാരണം എന്നറിയില്ല, ഞാൻ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ തിരുത്തി. 18 വരെയുള്ളത് ശ്ലോകങ്ങളുടെ അർത്ഥം എന്നുള്ളത് 17 വരെയുള്ളത് ആക്കി ഞാൻ മാറ്റം ചെയ്തു. ഇന്നിപ്പം ആ പ്രശ്നം പരിഹരിക്കുക എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്താണ് ഈ വിഭൂതി യോഗം എന്നാണ് വിഷയം. ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാന്റെ ശക്തി ഒന്ന് മാത്രമാണ് എന്ന് വ്യക്തമാക്കുകയാണ്. അതൊന്നുകൂടി വ്യക്തമാക്കി തരൂ, മതിയാവുന്നില്ല എന്നാണ് അർജുനൻ പറഞ്ഞത്. അപ്പം എന്താ ഈ മതിയാവാതിരിക്കാൻ കാരണം? അതോ അതിൻ്റെ ഗുണമഹിമ കൊണ്ടാണ്. ഏറ്റവും ആസ്വാദ്യകരമാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ വാക്കുകൾക്ക് വല്ലാത്തൊരു ആകർഷണീയതയുണ്ട്. അപ്പോൾ അത് വേണ്ട രീതിയിൽ ശ്രോതാക്കളിൽ എത്തിയിട്ടില്ല ഞാൻ പറഞ്ഞത് എന്നാണ് എനിക്ക് മനസ്സിലാക്കി തന്നത്. എന്താ വിഷയം? നമ്മളെ പോലെ ഈ എന്താ പറയുക, നമ്മളുടെ മാത്രം ശരി എന്ന് വിചാരിക്കുന്നൊരു മതമല്ല ഹിന്ദുമതം. നമ്മൾ വിശ്വസിക്കുന്നത് എല്ലാവർക്കും ഇവിടെ എന്തുണ്ട്, ആൾ എംബ്രേസിങ് എന്ന് പറയും, എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു രീതിയാണ്. ഇത് നമ്മൾ പറയാതെ മാത്രമല്ല, വിദേശികൾക്കും മനസ്സിലായിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമികളുടെ കഥ ഞാൻ പറയുണ്ടായി. ചിക്കാഗോ അഡ്രസ്, വേൾഡ് റിലീജിയസ് കോൺഫറൻസിൽ മനസ്സിലായി അവർക്ക്, പാശ്ചാത്യർക്ക്, ഇവിടുത്തെ മതത്തിൻ്റെ
നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ മഹാത്മ്യം. അവർ എത്രയോ സമയം സംസാരിക്കാനായിട്ട് ഇട കൊടുത്തു എന്ന്. പിന്നെ എന്താ ഈ ഇപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ളത്? ഭഗവാൻ പറയുന്നു, ഈ ലോകം നിറഞ്ഞു നിൽക്കുന്നത് ഞാനാണ്, എൻ്റെ ശക്തിയാണ്, ഞാനല്ലാതെ ഒന്നുമില്ല, ഇവിടെ നല്ലതും ചീത്തയും ഒന്നുമില്ല, എല്ലാം ഉണ്ടെങ്കിൽ തന്നെ എല്ലാം എന്നിൽ തന്നെയാണ് ഉണ്ടായത്. ഇപ്പോൾ ഇതിനൊരു ഉദാഹരണമായിട്ട് രംഗനാഥാൻ സ്വാമികൾ പറയാണ്, പോപ്പ്, നമ്മുടെ ക്രിസ്ത്യാനികളുടെ ആത്മീയാചാര്യൻ പോപ്പ് ഇവിടെ വന്നു. ഈ പോപ്പ് അതിന് മുമ്പത്തെ ആളെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് ഇവിടെ കുറേ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രോതാക്കളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇതൊക്കെ ക്രിസ്ത്യാനികളാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇന്ത്യയിൽ വന്നപ്പോഴാണ്. സാധാരണ നിലയ്ക്ക് ഹിന്ദുക്കളുടെ ഇത് കേൾക്കാൻ ഹിന്ദുക്കൾ പോവുക, ക്രിസ്ത്യാനികളുടെ കേൾക്കാൻ ക്രിസ്ത്യാനികൾ പോവുക. അവർക്കൊക്കെ ഒരു വിശ്വാസം ഉണ്ടെന്നാണ് പറയുന്നത്. അവരുടെ മാത്രം ശരി, അവരുടെ മതത്തിൽ കൂടെ പോയാലേ സ്വർഗ്ഗമുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് എന്താ? എല്ലാവർക്കും അവനവന് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. വ്യത്യസ്തങ്ങളായ മാർഗമാണ്, ഞാൻ എന്നിലേക്കാണ് എല്ലാം എത്തിച്ചേരുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള വിശാലമായ ആശയത്തെ ഉൾക്കൊള്ളാൻ ഈ ഭാരതത്തിന് മാത്രമേ സാധിക്കുള്ളൂ. അതിൻ്റെ സ്വാധീനം, എന്തിന് സ്വാധീനമാണ്? ഭഗവാന്റെ വാക്കുകളുടെ സ്വാധീനം, ഭഗവാന്റെ ജന്മവും ഭഗവാന്റെ ഉപദേശങ്ങളുടെയും ഒരു ഇമ്പോർട്ടൻസ്, അതിൻ്റെ ആ ശക്തി, പ്രാധാന്യമാണ് വ്യക്തമാക്കുന്നതെന്ന്. ഇവിടെ വിപരീതമായിട്ട് പറഞ്ഞ ആളുടെ തല ഇല്ലാണ്ട് ആവില്ല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് മാത്രം ശരി എന്ന് പറയില്ല, അതിന് വിമർശിച്ചാൽ ആയിക്കോട്ടെ. ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞത് ബുദ്ധൻ, ശ്രീബുദ്ധൻ ഇവിടെ നിന്നിരുന്ന അനാചാരങ്ങൾ ചൂണ്ടിക്കാണിച്ചു, ഇങ്ങനെ ഹിംസയൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞു. ആ ബുദ്ധനെ ധാരാളം ആൾ എന്ത് ചെയ്തു? അനുകൂലിച്ചു, അനുയായികളായി. ഈ എതിരായിട്ട് നിന്ന ആളുകളും എന്ത് ചെയ്തില്ല? ബുദ്ധനെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ കൊല്ലാനോ ഒന്നും പോയില്ല എന്നാണ് പറഞ്ഞത്. വിവേകാനന്ദ സ്വാമികൾ ഇവിടുത്തെ ചില അനാചാരങ്ങളൊക്കെ വിമർശിച്ചിരുന്നു. അദ്ദേഹത്തിനെയും ആരും എന്ത് ചെയ്തില്ല? ആട്ടിപ്പുറത്താക്കുകയോ തള്ളിപ്പറയുകയോ കൊല്ലുകയോ ചെയ്തിട്ടില്ല. ഇത് പാശ്ചാത്യ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോ ആണെങ്കിൽ അവിടുത്തെ നിലനിൽക്കുന്നതായിട്ടുള്ള ആശയത്തെ തെറ്റിച്ച് അല്ലെങ്കിൽ അതിനെ വിമർശിച്ചാൽ തല ഉണ്ടാവില്ല. ഹിസ്റ്ററി, ചരിത്രം പഠിക്കുന്നുണ്ട് അല്ലേ, വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തേ ഈ സ്വാധീനം ഉണ്ടാവാൻ കാരണം? ഭഗവാന്റെ വാക്കുകളാണ്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഈ കാണുന്നതെല്ലാം എന്നിൽ നിന്നുണ്ടായി എന്നിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത്. ഈ വിശാലമായ ആശയം ഒന്ന് വ്യക്തമാക്കണം. അത് ഇവിടെ മാത്രം. ഇതിൻ്റെ സ്വാധീനം യൂറോപ്യൻ കൺട്രീസിലും ഇപ്പോൾ ഇംഗ്ലീഷ് സാഹിത്യത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. വേർഡ്സ്വർത്ത് എന്നൊരു പോയറ്റ് ഉണ്ട്, നേച്ചർ, പോയറ്റ് ഓഫ് നേച്ചർ എന്ന് പറയും, പ്രകൃതിയുടെ എന്താണ് കവി. അപ്പം അദ്ദേഹം ഈ കാണുന്ന പ്രകൃതിയിലുള്ള വെള്ളച്ചാട്ടവും കുയിലിൻ്റെ കൂജനങ്ങളും ഇതൊക്കെ ഈശ്വര ചൈതന്യമായിട്ട് കണ്ടിരുന്നു. അത് എന്നെ വല്ലാതെ സ്വാധീനിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ വെള്ളച്ചാട്ടങ്ങൾ, ഫാളിങ് കാറ്ററാക്ട്സ് ഹോണ്ടഡ് മീ ലൈക്ക് എ പാഷൻ എന്ന് പറഞ്ഞു. അതൊക്കെ ഇതാണ് ഭഗവാൻ പറഞ്ഞ അതേ ആശയമാണ്. എന്താണത്? ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിൽ ഞാനുണ്ട്. ഇനി ഇവിടുന്ന് വരുന്ന ശ്ലോകങ്ങൾ, നമ്മൾ പഠിക്കാൻ പോകുന്ന ശ്ലോകങ്ങൾ ഓരോന്നും എടുത്ത് പറയാണ്, കാണുന്നതെല്ലാം ഞാനായിട്ട് കാണൂ, ഇതല്ലാതെ ഒന്നുമില്ല. ഇങ്ങനെ വിശാലമായ ഈ ആശയത്തെ നമ്മൾ പഠിച്ചത് പോരാ എന്ന് ഭഗവാന് തോന്നി. പഠിപ്പിച്ചത് ശരിയായില്ല, ഒന്നുകൂടി വ്യക്തമാക്കണം. ഇത് ഇവിടുത്തെ പറയുമ്പോൾ ആൾക്കാർ വില ഉണ്ടാവില്ല. ഇവിടെയുള്ള ആൾക്കാർ എന്താ, വിവരമില്ലാത്തവരൊക്കെ ഇത് പിന്നെ അങ്ങനെ പറഞ്ഞു നടക്കുന്നു എന്നുള്ളൂ. പക്ഷെ നേരെ മറിച്ച് വിദേശികൾ ഇത് അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ ഒരു വില ഉണ്ടാവും. ഇപ്പോൾ വിവേകാനന്ദ സ്വാമികൾ തന്നെ ഇവിടെ എല്ലാവരും തള്ളി പറഞ്ഞ സമയത്തും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ പലരും തള്ളിയിരുന്നു. പിന്നെ വിദേശികൾ വിവേകാനന്ദ സ്വാമികളെ ആദരിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ മഹിമ മനസ്സിലായത്. ഇവിടെയൊക്കെ അങ്ങനെയാണ്. തള്ളി പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യാറില്ല, ആരെയും നിരാകരിക്കാറില്ല. പക്ഷേ ശരിക്കും മഹിമ മനസ്സിലാവുന്നത് എപ്പോഴാണ്? വിദേശികൾ നമ്മളുടെ ഈ മഹത്വം, നമ്മുടെ വേദങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഇവിടുത്തുള്ളതായിട്ടുള്ള സനാതന ധർമ്മത്തിൻ്റെ പ്രാധാന്യം അവരിൽ കൂടെ അവർ അത് വ്യക്തമാക്കുമ്പോൾ അത് കേമാന്ന് നമുക്ക് ബോധ്യമാകുന്നു. അപ്പോൾ ഈ സർവ ചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭഗവത് ചൈതന്യത്തെ ഒന്ന് കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് എന്നോടൊരു ഇമ്പോസിഷനായിട്ട് ഇത് പറഞ്ഞത്. യഥാ വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ജനാർദ്ദന. അത് വിസ്തരിച്ച് പറഞ്ഞു തരൂ. കുട്ടികൾ ഇത് പറഞ്ഞില്ല, ഇത് ചൊല്ലിയില്ല, അവർക്ക് തോന്നി, അവർക്ക് അങ്ങനെ തോന്നിപ്പിച്ചു. ഏത്
ഇത് പറഞ്ഞത് പോരാ. അതുകൊണ്ട് അത് ഒരു കാരണമില്ലാണ്ട് അവർ തള്ളി പറഞ്ഞാൽ വിട്ടു, അത്രയേ ഉള്ളൂ. അപ്പം അത് വിടണ്ട. അതാണിപ്പം ഒന്ന് പറഞ്ഞത്. എല്ലാം സർവം വിഷ്ണുമയം ജഗത്, ഈശ്വരൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് എന്തിനാ ഭയം അല്ലേ? എനിക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താ? ഇതൊക്കെ ഭഗവാനല്ലേ. ആ ഒരു വിശാലമായ തത്വം ഉള്ളിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലുമ്പോൾ എന്തൊരു സമാധാനം, എന്തൊരു ആശ്വാസം. നമ്മൾക്ക് ഒന്നുകൊണ്ടും പേടിക്കാനില്ല. വിപരീതമായുള്ള ശക്തികൾ പോലും നമ്മളെ ഉപദ്രവിക്കില്ല. കാരണം അവരിലും ഈ ചൈതന്യമാണുള്ളത്. നമ്മൾക്ക് എന്താ ചെയ്യാനുള്ളത്? നമ്മളിൽ അർപ്പിതമായ കർമ്മങ്ങൾ ചെയ്യുക. ഈശ്വരാനുഗ്രഹം ഉണ്ടായിരിക്കും എന്നുള്ള വിശേഷമായിട്ടുള്ള ഒരു അർത്ഥം ഒന്ന് വ്യക്തമാക്കാനാണ് ഒരു ഇമ്പോസിഷൻ പോലെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ഒന്നുകൂടി പറയിപ്പിച്ചു. അതെങ്ങനെയാണ് എനിക്ക് ബോധ്യപ്പെട്ടത്? ഇതൊന്നുകൂടി പറയണമെന്ന് ബോധ്യപ്പെട്ടത് എന്തുകൊണ്ടാണ്? ജനങ്ങൾ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. പിന്നെ ചൊല്ലേണ്ടതായിട്ടുള്ള ഞാൻ പറഞ്ഞു കൊടുത്ത ശ്ലോകം മുഴുവൻ ചൊല്ലാതെ കുട്ടികൾ അതെന്ത് ചെയ്തു? ഒന്ന് വിട്ടു, ഒരു കാരണമില്ലാണ്ട് വിട്ടു. അപ്പോൾ ഇതൊക്കെ സൂചനയായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. കാണുന്നതെല്ലാം ഭഗവാന്റെ ഓരോരോ മനസ്സിലാക്കി തരല്. നന്നായി എന്ന് ഭഗവാൻ പറയില്ലല്ലോ നേരിട്ട്. അത് കുറേയധികം ആൾക്കാർ കണ്ടു. എന്നിട്ട് അവർ കമൻ്റായിട്ടൊക്കെ പറഞ്ഞാൽ അത് ഭഗവാന്റെ കമൻ്റായിട്ട് ഞാൻ കണക്ക് എടുക്കുകയാണ്. അതുപോലെ ആരും കണ്ടില്ല എങ്കിലും വിഷമിക്കണ്ട എന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് എല്ലാവരും കണ്ടോളാമെന്ന് ഏറ്റിട്ടില്ല. അവർ കണ്ടാൽ നന്നായി, അവർക്ക് അത്രയേ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ചൊന്നും വ്യസനിക്കേണ്ടതില്ല എന്ന് എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോധ്യപ്പെടുത്തും. എങ്കിലും ഞാൻ കുറച്ച് വ്യസനിക്കും ചെയ്യും. അതെൻ്റെ ഒരു സ്വഭാവമായി മാറിയിരിക്കുന്നു. അത് മാറില്ല. എങ്കിലും നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ആഗ്രഹിക്കുന്നത്. കുറേയധികം ആൾക്കാർ കാണണം എന്നൊക്കെയല്ലേ തോന്നുന്നത്. അത് നല്ലതാണ്. നേരെ മറിച്ച് മറ്റുള്ളവൻ്റെ ധനം തട്ടിപ്പറിക്കാനോ ആളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ പരദൂഷണത്തിനോ ഇതിനും നല്ലല്ലോ തോന്നിയത് എന്ന് ആശ്വസിക്കുന്നു. ഇനി നമുക്ക് ഭഗവാന്റെ വാക്കുകൾ അർജുനൻ പറഞ്ഞതിനുള്ള ഭഗവാനോട് ആവശ്യപ്പെടുകയാണല്ലോ ചെയ്തത്, വിസ്തരിച്ച് പറഞ്ഞു തരുമെന്ന്. അതാണ് ഇനി. ശ്രീ ഭഗവാനുവാച ഹന്തതേ കഥയിഷ്യാമി ദിവ്യാത്മവിഭൂതയ പ്രാധാന്യത കുരു ശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യമേ. അർജുന, നീ പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം. വിശദമായിട്ട് പറയാമെന്നുണ്ട്, പക്ഷേ ഇതിന് അവസാനമില്ല. അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തിനനുസരിച്ച് ഞാൻ ഒന്ന് പറയാൻ ശ്രമിക്കാം. എൻ്റെ വിഭൂതികൾക്ക് അവസാനമില്ല. അത് വളരെയധികം അനന്തമാണ്. അതെങ്കിലും ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുന്നു. എങ്ങനെയാ പറയുന്നത്? അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിശ്ച മദ്യഞ്ച ഭൂതാനാം അന്ത ഏവച. ഗുഡാകേശ അർജുന, ഞാനാണ് എല്ലാ ജീവജാലങ്ങളിലും, എൻ്റെ ചൈതന്യമാണ് കുടികൊള്ളുന്നത്. അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹം ആദിശ്ച മധ്യഞ്ച ഭൂതാനാമന്ത ഏവച. ഞാനാണ് തുടക്കവും മധ്യവും അവസാനവും ഒക്കെ ഞാൻ തന്നെയാണ്. എന്നിൽ നിന്നുണ്ടായി എന്നിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നുള്ള ആ ഒരാശയം. ഇനി ഓരോന്നോരോന്നായിട്ട് ഈ പ്രകൃതിയിൽ കാണുന്ന ഓരോന്നിനെടുത്ത് വിശേഷപ്പെട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറയാണ്. ആദിത്യാനാമഹം വിഷ്ണു ജ്യോതിഷാം രവിരംശുമാൻ മരീചിർമരുതാമസ്മി നക്ഷത്രാണാം അഹം ശശി. ആദിത്യാനാമഹം വിഷ്ണു. ദ്വാദശ ആദിത്യന്മാർ, സൂര്യൻ, അതിൽ ഞാൻ വിഷ്ണു, ഞാനാകുന്നു. വിഷ്ണുവാണ് ആദിത്യന്മാരിൽ വെച്ച് പ്രിയമുള്ളവയിൽ രശ്മികളോടുകൂടിയ സൂര്യനാകും. ആദിത്യന്മാരിൽ ഞാൻ വിഷ്ണുവാകുന്നു. പ്രകാശമുള്ളവയിൽ രശ്മികളോടുകൂടിയ സൂര്യനാകുന്നു. പ്രകാശം ഉള്ള ഏറ്റവും അധികം പ്രകാശമുള്ളത് സൂര്യനാണ്. അപ്പോൾ അത് സൂര്യൻ ഞാനാകുന്നു. ഞാനും സൂര്യൻ തന്നെ, അല്ലെങ്കിൽ സൂര്യൻ ഞാനാണ്, ഞാൻ സൂര്യനാണ്. പ്രകാശത്തിൻ്റെ ആ ഉജ്ജ്വലമായ പ്രകാശമുള്ളത് സൂര്യനാണ്, അത് ഞാനാണെന്ന് പറയുന്നു. മരീചിർം മരുതാമസ്മി. മരുത്തുകളിൽ ഞാൻ മരീചിയാകുന്നു. നക്ഷത്രാണാം ശശി അഹം. നക്ഷത്രങ്ങളിൽ ശശി, ചന്ദ്രൻ ഞാനാകുന്നു. നക്ഷത്ര രാജാവല്ലേ, അത് ഞാനാകുന്നു. അപ്പോൾ വിശേഷമായിട്ടുള്ളത് എല്ലാറ്റിലും എന്താ പറയുക, കൂടുതൽ അഗ്രഗണ്യനായിട്ട് ശോഭ, ഏറ്റവും പ്രകാശമുള്ളത്, ഇങ്ങനെ ഓരോന്ന് എടുത്തു നോക്കുമ്പോൾ അത് ഞാനാന്ന് പറയുന്നു. അതും ഞാനാണ്. അപ്പം എന്താ അത് അത്രയേ ഉള്ളൂ അല്ലേ? ചെറിയ മിന്നാമിനുങ്ങും ഞാൻ തന്നെയാണ്.
ഏറ്റവും പ്രകാശമുള്ള സൂര്യൻ ഞാൻ തന്നെയാണ്. അപ്പം ഞാനല്ലാതെ ഒന്നുമില്ല, കാണൂ, മനസ്സിലാക്കൂ എന്നാണ് ഭഗവാൻ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. ശ്രീകൃഷ്ണാർപ്പണമസ്തു.